ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ട്രിപ്പ് പോകാം കേട്ടോ. എവിടേക്കല്ല, അതിരപ്പള്ളിയൊക്കെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് സമയം ഒരുപാട് വൈകി. ഇപ്പോൾ തന്നെ സമയം 10:10 അപ്പോൾ ഇറങ്ങാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ശരി, അവിടെ പോയി വള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഒരുപാട് ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്, പാക്ക് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കൂട്ടുകാരൻ വരാറുണ്ട്, അപ്പോൾ അവന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ ഇപ്പോൾ വരാറുണ്ട്. അങ്ങനെ കൂട്ടുകാരൻ വന്നു. ഞങ്ങൾ നേരെ ഇനി പെട്രോൾ പമ്പ് പോയി ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അവൻ പറഞ്ഞ എണ്ണ 13.45 പറഞ്ഞാലും കുഴപ്പമില്ല, ഫുള്ളായിക്കോ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് എണ്ണ അടിച്ച് അവിടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാലക്കാട്ട് 120 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴാണ് കൂട്ടുകാരൻ പറഞ്ഞാൽ മൂത്രമൊഴിക്കാൻ മുട്ട് പറഞ്ഞപ്പോൾ വണ്ടി സൈഡായി കൊടുത്താണ്. അപ്പോൾ ശരി വേണ്ടി എനിക്ക് നല്ല വെള്ളം ദാഹം. അങ്ങനെ ശരി വേണ്ടി ഞാൻ അടുത്തൊരു കടയിൽ പോയിട്ട് നേരെ ഉപ്പി വെള്ളവുമായിട്ട് വെള്ളം കുടിച്ചു. അങ്ങനെ വെള്ളം കുടിച്ച് കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ കൂട്ടുകാരൻ വന്നിട്ട് വണ്ടി വേറെ എടുക്കുക പോകാൻ വേണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെ എത്താനായി. ഇനി ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പോയിട്ട് അതിരപ്പള്ളിക്ക്. ഇവിടുന്ന് കുറച്ച് ദൂരം പോയി അതിരപ്പള്ളി എത്തി. അവിടെ പോയപ്പോൾ നല്ല തിരക്ക്, കംപ്ലീറ്റ് തമിഴ്നാട് വണ്ടികളെ കൂടുതലുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് വന്നു ഫുൾ തിരക്ക്, കംപ്ലീറ്റും ബ്ലോക്ക് ആയിരുന്നു അവിടെ. അങ്ങനെയൊക്കെ ഞങ്ങൾ നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഉള്ളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ കൂട്ടുകാരൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കണം. ആദ്യം ടിക്കറ്റ് കൗണ്ടർ ആ പാർക്കിങ്ങിൻ്റെ അവിടെ ആയിരുന്നു. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. വണ്ടി ആദ്യം പുറത്ത് പാർക്ക് ചെയ്യണം. അപ്പോൾ മേലെ നല്ല സൗകര്യങ്ങളൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് മേലെ കയറി വരുന്നത് മാത്രം. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ തിരക്കാണ് അവിടെ നിന്ന്. ഞാൻ അതിരപ്പള്ളിക്ക് ഇതിന് മുമ്പും വന്നിട്ട്, അത് 3 വട്ടം മുമ്പ് വന്നിട്ട്, ഇത് 4ാമത്തെ വട്ടം ഉണ്ട് അവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 60 റുപ്യ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ തിരക്കായതുകൊണ്ട് പതുക്കെ ഉള്ളിൽ കയറാൻ വേണ്ടി ഞങ്ങൾ നിന്നു. മഴ ആയതുകൊണ്ട് പതുക്കെ വേണം ഇതിൽ കൂടെ ഇറങ്ങിപ്പോകാൻ. കംപ്ലീറ്റ് വഴുക്കലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ആദ്യം പോയി താഴത്തേക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ വെള്ളച്ചാട്ടത്തിന് അടുത്ത് വരെ പോയി. അവിടെ ഒരു ബോർഡറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അങ്ങനെ എങ്ങനെയൊക്കെ ഞങ്ങൾ ആ പാറയൊക്കെ കയറിയിട്ട് ആ പാറയുടെ നടുക്കെ പോയിട്ട് അങ്ങനെ നിന്നു ആ സൈഡ്. പിന്നെ ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ട് കേട്ടോ. മലയാളം, തമിഴ് പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൺ ഡേ ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്നവർ നേരെ ഇങ്ങോട്ട് വന്നോളൂ, ഒന്നും നോക്കണ്ട. അത്രയും നല്ല വൈബാണ് ഇവിടെ. മഴക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനില്ല, അത്രയും നല്ല വൈബ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്ത്. അങ്ങനെ മഴ പെയ്തപ്പോൾ ഞങ്ങളുടെ കോട്ടും കുടയൊന്നുമില്ല. ശരി വേണ്ട അവിടെ സൈഡ് കയറി നിന്നു. പിന്നെ ഞാൻ അങ്ങനെ നേരെ മേലെ പോയിട്ട് വള്ളത്തിൽ കണ്ട് ഇറങ്ങി കുറേ നേരം വള്ളത്തിൽ കൊണ്ടുവന്ന് കളിച്ചു. എന്താണെന്നറിയില്ല, ഈ വള്ളത്തിൽ കണ്ട് ഇറങ്ങിയിട്ട് കയറാനേ തോന്നുന്നില്ല. ഞാൻ ഒരു മണിക്കൂറിന് മേലെ വള്ളത്തിൽ കിടന്നിട്ട് കുറേ നേരം അങ്ങോട്ട് കളിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത്. അപ്പോൾ അങ്ങനെ ശരി വേണ്ട ഒരുപാട് വൈകി ഇനി സമയം. അപ്പോൾ ശരി വേണ്ട ഞങ്ങൾ പോകാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ഭക്ഷണം കഴിച്ചില്ല. ഇനി പോണ വഴിക്ക് അവിടെയും വണ്ടി നിർത്തി വേണം ഫുഡ് കഴിക്കാൻ. രാവിലെ 2-3 ദോശ കഴിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ പോണ വഴിക്ക് നല്ല മഴ പെയ്തപ്പോൾ അങ്ങനെ സൈഡ് വണ്ടി നിർത്തിയിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് പോണ വഴിക്ക് ഒരു ചായ കടണ്ടപ്പോൾ അവിടെ നിർത്തി. കഴിക്കാൻ വന്നിട്ട് ചിക്കൻ പപ്സ്, മുട്ട പപ്സ് അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ ചിക്കൻ പത്തിരി അങ്ങനത്തെ ശരിയായിട്ട് ഒരു വെറൈറ്റി ആയിരിക്കട്ടെ കൊണ്ട് ചിക്കൻ പത്തിരി കഴിച്ചു. അപ്പോൾ ഇത് കഴിച്ചിട്ട് നേരെ പോണ വഴിക്ക് വല്ല ഹോട്ടലും കണ്ട് അവിടെ നിന്ന് നിർത്തി എന്തെങ്കിലും കഴിക്കാൻ. ഓക്കെ, ബൈ.